ഹായ് എവരി വൺ. കഴിഞ്ഞ ദിവസം ഞാൻ റോസ് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റിൽ കുറച്ച് പേർ റോസ് ട്യൂട്ടോറിയൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ക്യൂട്ട് ക്രോഷ്യറ്റ് റോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് 17 ചെയിൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ 17 ചെയിൻ ഉണ്ടാക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 and 17. അപ്പോൾ നമ്മൾ 17 ചെയിൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കൗണ്ട് ചെയ്തിട്ട് വേണം എപ്പോഴും ചെയ്യാൻ. ഇനി ഹുക്കിൽ നിന്ന് മൂന്നാമത്തെ ചെയിനിലാണ് നമ്മൾ ചെയ്യാൻ പോകണം 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 1 2 3 ആ മൂന്നാമത്തെ ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. യാൺ ഓവർ ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുമ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പ് കൂടെ നമ്മുടെ ഹുക്ക് വലിച്ചെടുക്കുക. അപ്പോൾ ബാലൻസ് വീണ്ടും 2 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യം കൂടി ചെയ്തെടുക്കണം. ഇനി ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യം കൂടി ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യം ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത ചെയിനിലാണ് ഇനി ചെയ്യാൻ പോണത്. അടുത്ത ചെയിനിലും ഇതേപോലെ ആദ്യം 2 ഡബിൾ ക്രോഷ്യം ആദ്യം ഫസ്റ്റ് ചെയ്യാം. ആദ്യത്തെ ഡബിൾ ക്രോഷ്യം നമുക്കിപ്പോൾ ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യം ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഒരു ചെയിൻ ഇടണം. ചെയിൻ ഇട്ടതിന് ശേഷം നമുക്ക് താഴെ ഒരു തലതിരിഞ്ഞ വി പോലെ ഒന്ന് കാണാം. അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും നടുവ് കൂടെ നമ്മൾ ഹുക്ക് പാസ് ചെയ്യണം. വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഹുക്ക് അതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് വലിച്ചെടുക്കണം. എന്നിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ 2 ലൂപ്പ് ഉണ്ടാവും. ഇന്നൊരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ബേസിക് സ്റ്റിച്ചസ് ഒന്നും അറിയാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇടുന്നതായിരിക്കും. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ സെയിം ഗ്യാപ്പ് കൂടെ ചെയ്യണം. ഇനി ഈ പാറ്റേൺ റിപ്പീറ്റ് അടിച്ച് അവസാനം വരെ ചെയ്യണം. മനസ്സിലാകാത്തവർക്കായി ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ആദ്യം 2 ഡബിൾ ക്രോഷ്യ ഒരു ചെയിനിൽ ചെയ്യണം. അതിനുശേഷം ഒരു ചെയിൻ ചെയ്യുക. അതിൻ്റെ താഴെ നമ്മൾ തല തിരിഞ്ഞ ഒരു വി പോലെ ഒന്ന് കാണും. അതിൻ്റെ ഉള്ളിൽ ഹുക്ക് പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ച് ക്യാപ്പ് കൂടെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ അവസാനം വരെ ചെയ്യണം. സിമ്പിളായി ചെയ്യാൻ പറ്റിയ റോസാണിത്. ഈ പാറ്റേണിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റോസ് കാണാൻ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് അവസാനത്തെ സ്റ്റിച്ച് വരെ ചെയ്യുക. ഞാനിത് ഫിനിഷ് ആക്കിയിട്ട് അവസാനത്തെ സ്റ്റിച്ച് എത്തുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് അവസാനത്തെ ചെയിനാണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ ചെയിനും സെയിം പാറ്റേണിൽ ചെയ്ത് കൊടുക്കാം. അവസാനത്തെ സ്റ്റിച്ചും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ 2 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത സെയിം സ്റ്റിച്ച് ഗ്യാപ്പ് കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടെയിൽ കുറച്ച് ലോങ് ആയിട്ട് കട്ട് ചെയ്യണം. നമുക്കത് തുന്നാൻ ആവശ്യം വരും. ഇനി നമുക്ക് ഇതിൻ്റെ തുടക്കം എടുത്തിട്ട് നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ ചുറ്റി കൊടുക്കാം നമുക്ക് നമ്മുടെ റോസിനെ.
ഇപ്പോൾ ചുറ്റി കൊടുക്കുമ്പോഴേക്കും നമുക്ക് റോസിൻ്റെ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ടെയിൽ എൻഡ് വെച്ചിട്ട് നമ്മൾ നീഡിൽ വെച്ച് നമുക്കൊന്ന് തുന്നി കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് നീഡിൽ എടുത്തിട്ട് നമ്മൾ നീഡിലിൻ്റെ ഉള്ളിൽ കൂടെ ടൈൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇന്നൊരു സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കാം. അപ്പം തുന്നിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കെട്ടി വയ്ക്കാം. ഇതിനി ലൂസായി വരാണ്ടിരിക്കാനാണ്. അപ്പം നമുക്കത് കെട്ടി വയ്ക്കാം. യാൺ കട്ട് ചെയ്യുന്നവർക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യാൺ കട്ട് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ ക്യൂട്ട് ക്രോഷറ്റ് റോസ് റെഡിയായി. റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഇനി അടുത്തത് ഏത് വീഡിയോ ചെയ്യാമെന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.